ഇപ്പൊ ഇവിടെ ഞാനൊരു പകുതി പൈനാപ്പിൾ ആണ് എടുത്തേക്കുന്നത്. അത് തൊലിയൊക്കെ ചെത്തി നടുക്കത്തെ കൂഞ്ഞിലെല്ലാം കളഞ്ഞ് ചെറിയ പീസാക്കി എടുത്ത് വെച്ചേക്കുന്നതാണ്. അതുപോലെ തന്നെ 2 തക്കാളി എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്കിതൊരു പ്രഷർ പാനിലേക്ക് ഇട്ടിട്ട് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. നമുക്കിതൊരു ഒരു ആവി വന്നതിന് ശേഷം ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം. എങ്കിലേ ഉള്ളൂ പൈനാപ്പിൾ നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടുകയുള്ളൂ. ഇനി ഇത് നമുക്ക് സ്റ്റൗവിലോട്ട് വെച്ച് ഫ്ലെയിം ഓൺ ആക്കാം. നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഒരാവി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇവിടെ ഒരാവി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം സിമ്മിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 10 മിനിറ്റ് സിമ്മിൽ കിടന്ന് വേവട്ടെ. എങ്കിലേ ഉള്ളൂ നമ്മുടെ പൈനാപ്പിൾ നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടുകയുള്ളൂ. ഇപ്പൊ 10 മിനിറ്റ് ആയിട്ടുണ്ട് നമ്മൾ പൈനാപ്പിൾ വേവിക്കാൻ വെച്ചിട്ട്. ഇനി നമുക്കിതൊന്ന് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഇതിന്റെ ആവി പോയി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പൊ ഇവിടെ കുക്കറിന്റെ ആവി എല്ലാം പോയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. നമ്മുടെ പൈനാപ്പിളും തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിരിപ്പുണ്ട്. അപ്പൊ ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടാറട്ടെ. ചൂടാറിയതിന് ശേഷം വേണം നമുക്കിത് അരച്ചെടുക്കാനായിട്ട്. ഇപ്പൊ ഇവിടെ ഇതിന്റെ ചൂട് കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഈ തക്കാളിയുടെ സ്കിൻ ഒന്ന് നമുക്ക് പൊളിച്ചെടുക്കണം. അതൊന്ന് പൊളിച്ച് മാറ്റിയിട്ട് വേണം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് ബാക്കിയിരിക്കുന്ന ഈ പൈനാപ്പിളും കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടി ഞാൻ എടുത്തേക്കുന്നത് 1 ടേബിൾ സ്പൂൺ കുരുമുളകാണ്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ജീരകം, പിന്നെ ഒരു 12 അല്ലി വെളുത്തുള്ളി. ഇപ്പൊ ഇത് ചെറിയ വെളുത്തുള്ളി ആയതുകൊണ്ടാണ് ഞാൻ 12 എടുത്തത്. വലുതാണെങ്കിൽ ഒരു 6-7 എണ്ണം എടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പൊ ഇവിടെ നമ്മുടെ പൈനാപ്പിളും തക്കാളിയൊക്കെ നമ്മൾ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി ഇത് നമുക്ക് രസം തയ്യാറാക്കാനുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കാം. അപ്പം രസത്തിന്റെ അയവ് കണക്കാക്കി നമുക്ക് മിക്സിയിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് അതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ രസം ആകുമ്പോൾ കുറച്ച് നീണ്ടിരിക്കുന്നതാണ് നമുക്ക് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളത്. അപ്പൊ സാധാരണ നമ്മൾ രസം ഉണ്ടാക്കുമ്പോൾ ഒരു അയവുണ്ടല്ലോ, ആ ഒരു അയവിൽ വേണം നമുക്ക് ഈ രസവും തയ്യാറാക്കി എടുക്കാനായിട്ട്. ഇപ്പൊ ഇവിടെ ഞാൻ 2.5 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. പിന്നെ ഞാൻ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളംപുളി വെള്ളത്തിൽ കുതിരാനായിട്ട് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പിഴിഞ്ഞിട്ട് ഈ വെള്ളം കൂടി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കാം. പാകത്തിന് ഉപ്പും കൂടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിത് സ്റ്റൗവിലോട്ട് വെച്ച് തുടരെ ഇളക്കി തിളപ്പിച്ചെടുക്കാം. രസം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പൊ തിളച്ച് കഴിഞ്ഞിട്ട് ഒരു 2 മിനിറ്റും കൂടി ഞാൻ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്തതാണ്. അപ്പൊ ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് ഒരു പിടി മല്ലിയില ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് അടച്ച് മാറ്റി വെക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ചൊന്ന് താളിച്ചൊഴിക്കാം. താളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി കഴിയുമ്പോൾ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ വളരെ കുറച്ച് മതി. ഉലുവയും കൂടി പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഒരു 2 കറിവേപ്പില, 2 വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും വറ്റൽമുളകും നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ റെഡിയാക്കി ഇട്ടിരിക്കുന്ന രസത്തിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ ഇവിടെ നമ്മുടെ സ്വാദിഷ്ടമായ പൈനാപ്പിൾ രസം തയ്യാറായി കഴിഞ്ഞു. അപ്പൊ ഇത്തവണ ഓണത്തിന് എല്ലാവരും ഈ ഒരു രസം ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ കമന്റ്സ് ആയിട്ട് അറിയിക്കുക.